പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ദുർഗന്ധമില്ല എന്ന് പറഞ്ഞത് രൂക്ഷമായ വാക്കേറ്റത്തിനിടയാക്കി. ജനങ്ങൾക്ക് ശല്യമായി മാറിയ മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ ആവശ്യപ്പെട്ടു. വളരെ രൂക്ഷമായ മണാണ് പ്ലാന്റിൻ്റെ ഉള്ളിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം അതിൻ്റെ അധികാരികളെ നിർത്തിവെക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് അറിയിക്കാനുള്ളത്. ഇത് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടെ തുടരാൻ കഴിയില്ല എന്നാണ് അറിയിക്കാനുള്ളത്. മുരിക്കുംപാറ ചവറാമ്പാട് റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. മെറ്റീരിയൽ വിലവർദ്ധനവും ഫണ്ട് തടസ്സവും ചൂണ്ടിക്കാട്ടി കരാറുകാരൻ പണി നിർത്തിവെച്ചതോടെ ഗതാഗത യോഗ്യമായിരുന്ന റോഡ് ചെങ്കൽ പാതയായി മാറിയതായി TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേരുംകുഴി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് ജോയ് ആനിക്കാട്ടിൽ, സെക്രട്ടറി ടോമി മുതുകാട്ടിൽ, ട്രഷറർ സോബോധ് ഐനിക്കൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് കത്തിച്ച് പ്രതിഷേധിച്ചു. പൂവത്തിങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം സൊസൈറ്റി ജംഗ്ഷനിൽ സമാപിച്ച ശേഷമായിരുന്നു ബൈക്ക് കത്തിക്കൽ. പാഷൻ പ്രോ ബൈക്ക് കത്തിച്ചായിരുന്നു പ്രതിഷേധം. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പ്രതിഷേധ സമരം VM ടെൻസൺ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി KR സജീവൻ അധ്യക്ഷത വഹിച്ചു. VK സുനിൽകുമാർ, ഷൈനി അശോകൻ, നൈനാധാര ചാത്തൻ, KJ തോമസ്, ആൻഡ്രു കളത്തിങ്കൽ, അക്ഷയ് സുരേഷ്, PS സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ കോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്ത് ഹൌസിൽ രാമദാസിന്റെ ഭാര്യ 48 വയസ്സുകാരി സുമതിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ സുമതിയെ കാണാതായിരുന്നു. തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ കോറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുണി അലക്കാനായി പോയപ്പോൾ അബദ്ധത്തിൽ കോറിയിൽ വെള്ളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക സൂചന. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് SI PV പ്രദീപ്, ASI സുധീർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സജീവ് കുമാർ, ശ്യാംകുമാർ, സവാദ്, കൃഷ്ണരാജ്, വൈശാഖ്, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. വിവരമറിഞ്ഞ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP മദനൻ, ഷീല മോഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വെസ്റ്റ് ഉപജില്ലയിൽ അമ്മ വായനയും വിദ്യാലയങ്ങൾക്കുള്ള പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ BRCയിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ കൌൺസിലർ സാജൻ C ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. കുട്ടികളിലെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. വിദ്യാരംഗം കൺവീനർ സുനിൽകുമാർ, ഹെഡ്മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊള്ളന്നൂർ, സന്തോഷ് കുമാർ, മനീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയനായ വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് K അനിൽകുമാർ ശനിയാഴ്ച വിരമിക്കുന്നു. 26 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്നുള്ള പടിയിറക്കം. സേവന കാലയളവിൽ 8 ജില്ലകളിലെ 14 ജയിലുകളിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട് സ്ഥാനങ്ങളിൽ അനിൽകുമാർ പ്രവർത്തിച്ചു. അവിടങ്ങളിലെല്ലാം ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ജയിലുകളെ കേവലം തടവറകളായി കാണാതെ തിരുത്തലിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു അനിൽകുമാർ. ജയിലുകളിൽ നിന്ന് സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികളിലൂടെ ശ്രദ്ധേയനായി മാറി. 2011 വിയൂരിൽ സൂപ്രണ്ട് ഇൻചാർജ് ആയിരിക്കെയാണ് ജയിൽ ചപ്പാത്തി ആദ്യമായി വിപണിയിലെത്തിക്കുന്നത്. ആലത്തൂർ സബ് ജയിലിൽ രാഗമാലിക മ്യൂസിക് തെറാപ്പി, കോഴിക്കോട് ജില്ലാ ജയിലിൽ പ്രസന്റ് മ്യൂസിക് ബാൻഡ്, എറണാകുളം ജയിലിൽ ഷെയർ മീൽ പദ്ധതി, വിയൂരിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ തുടങ്ങിയ പദ്ധതികൾ കർമ്മപഥത്തിലെ നാഴികക്കല്ലുകളാണ്. 2014 ജയിലുകളിൽ ആദ്യമായി സാങ്കേതിക പഠന സംഘത്തെ നിയോഗിച്ച് പ്രസൻസ് ടെക്നീസിയ എന്ന സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ജയിൽ വകുപ്പിന് എനർജി കൺസർവേഷൻ അവാർഡ് നേടിക്കൊടുക്കാൻ ഇത് സഹായിച്ചു. പുതിയ സർക്കാർ ജയിലുകൾ സ്വയം പര്യാപ്തമാവുന്നതിനെ കുറിച്ച് പുതിയ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ പറയുകയുണ്ടായി. അത് സാധ്യമാണ്. സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് നടക്കാനായിട്ട് സാധ്യമാണ്. കാരണം ജയിലുകളിൽ ധാരാളം സ്ഥലമുണ്ട്, ധാരാളം മാൻ പവർ ഉണ്ട്, ധാരാളം സാധ്യതകളുണ്ട്.
അപ്പോൾ ജയിലിലെ തടവുകാരുടെ മാനുഷിക ഉപശേഷിയെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി നമുക്ക് പൈസയാക്കി മാറ്റാൻ, ലാഭം ഉണ്ടാക്കാനും സാധിക്കും. ജയിലുകളുടെ ചെലവുകൾക്ക് വേണ്ടി എക്സ്ചക്കറെ ടാക്സ് പണത്തിന് ഉപയോഗിക്കാതെ ജയിലുകളിൽ തന്നെ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണം പാലക്കാട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 30% നമ്മൾ അവിടെ സ്വയം പര്യാപ്തതയിലേക്ക് വന്നിട്ടാണ്. അത് കറണ്ടിൻ്റെ ഇനത്തിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, LPGയുടെ ഇനത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, പച്ചക്കറി, പിന്നെ പാല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറെക്കുറെ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ജയിലിന് ISO 9001:2015 സർട്ടിഫിക്കേഷൻ അവിടെ ലഭിച്ചത്. അനിൽകുമാറിന്റെ ശ്രമഫലമായി വിയൂർ ജയിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി. കൂടാതെ ആട്, പന്നി, പൗൾട്രി ഫാം, മറ്റ് കൃഷികൾ എന്നിവയിലൂടെ വലിയ വരുമാന വർധനവാണ് ജയിലിലുണ്ടായിരിക്കുന്നത്. ജയിലിലേക്ക് ആവശ്യമായ പച്ചക്കറിയുടെ 50% ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. 1/4 നൂറ്റാണ്ട് കാലത്തെ സേവന കാലയളവിൽ 50 ഗുഡ് സർവീസ് എൻട്രിയും മുഖ്യമന്ത്രിയുടെ പ്രസന്റ് അവാർഡുമടക്കം തേടിയെത്തിയ നിരവധി അംഗീകാരങ്ങളുടെ തിളക്കവുമായാണ് അനിൽകുമാർ പടിയിറങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ. സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ പട്ടികജാതി വിരുദ്ധ വിധിക്കെതിരെ പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ദളിത് സുരക്ഷയ്ക്കായി ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PK ഗിരിജ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ PK കൃഷ്ണൻകുട്ടി, PA ലജിക്കുട്ടൻ, ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് KV ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. The covers of Raiko there, the crème de la fraîcheur. French Diary Ice Creams, a taste factory. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി വാർത്തയിലേക്ക്. യുവതിക്ക് പാമ്പ് കടിയേറ്റു. തിരുവില്ലാമല സ്വദേശിനി ദിവ്യയ്ക്കാണ് ഇന്നലെ വീട്ടുമുറ്റത്ത് നിന്ന് പാമ്പ് കടിയേറ്റത്. ദിവ്യയെ വാണിയംകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മാളയിലെ സ്റ്റേഡിയം വീണ്ടെടുക്കാൻ ഡീനോട്ടിഫൈ നടപടികൾക്കായി മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി തരണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്. മാള K. കരുണാകരൻ സ്മാരക സ്റ്റേഡിയം പുരാവസ്തു വകുപ്പ് സ്വയം ഏറ്റെടുത്തതല്ലെന്നും മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കി നോട്ടിഫൈ ചെയ്തതാണെന്നും മന്ത്രി വ്യക്തമാക്കി. മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. നേരത്തെ സ്റ്റേഡിയമായി ഉപയോഗിച്ചിരുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്ത് വീണ്ടും സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം നടത്തി. സ്ഥലം പഞ്ചായത്തിന്റെ ഉടമസ്ഥാവകാശത്തിലാണെങ്കിലും പുരാവസ്തു വകുപ്പ് നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്തത് ഡീനോട്ടിഫൈ ചെയ്യാനുള്ള എല്ലാ മാർഗവും തേടുമെന്നും പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ചുള്ള യോഗം വിളിക്കുമെന്നും OJ ജനീഷ് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പഞ്ചായത്തിനെയും സ്പോർട്സിനെയും RKSന്റെയും കൂടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെയും കൂടിയിട്ട് ഞാൻ മാളയിൽ തന്നെ യോഗം വിളിക്കും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷനായി. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് മാള, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ്, മേഖലാ പ്രസിഡന്റ് PV യശ്പാൽ തുടങ്ങിയവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ ER അഭയ് കൃഷ്ണയെ മന്ത്രി ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. TCV ന്യൂസ്, മാള. മറ്റത്തൂർ ചെട്ടിച്ചാലിൽ പലഹാര നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു തീപിടുത്തം. പലഹാര നിർമ്മാണ യൂണിറ്റിൽ സൂക്ഷിച്ചിരുന്ന വിറക് ശേഖരമാണ് കത്തിനശിച്ചത്. നാട്ടുകാരും പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു.
സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് റവന്യൂ ഇൻസ്പെക്ടർ ഹരി പക്ഷിയലിന് അന്തിക്കാട് ദേവസ്വം കൂട്ടായ്മ യാത്രയപ്പ് നൽകി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. ദേവസ്വം ഓഫീസർ കെ.എൻ. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഇ. രമേശൻ, അന്തിക്കാട് പത്മനാഭൻ, പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ, ശരണ്യ, ജയദേവൻ എടത്തിരി, രാമകൃഷ്ണൻ എമ്പ്രാന്തിരി തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രിയും CPI നേതാവുമായിരുന്ന VK രാജന്റെ ചരമവാർഷിക ദിനത്തിൽ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു. പുല്ലൂറ്റ് നടന്ന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, മുൻ MLA-മാരായ VR സുനിൽകുമാർ, ET ടൈസൺ, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, നേതാക്കളായ KV വസന്തകുമാർ, CC വിപിൻ ചന്ദ്രൻ, TP രഘുനാഥ്, CK രാമനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാനവിക മൂല്യങ്ങൾ ഉയർത്തി വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാനും മിതത്വശീലം വളർത്താനും ഉദ്ബോധിപ്പിക്കുന്ന ചെസ്കമ്പിൾ ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിന്റെ മിത്രമേള നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. വിവിധ സാമുദായിക നേതാക്കന്മാർ ഒത്തുചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാമി ദൈവമിത്രം മിത്രമേള സന്ദേശം നൽകി. ജനറൽ അഡ്വൈസർ പ്രിയ ജെൻസ് അധ്യക്ഷയായി. ആതുര സേവന രംഗത്ത് 35 വർഷം സേവനം പിന്നിട്ട ഡോക്ടർ K. അശോക് കുമാറിനെ യോഗത്തിൽ ആദരിച്ചു. ബൈജു KT, CR രാജൻ, UP കൃഷ്ണനുണ്ണി, AK സന്തോഷ്, PV സുദീപ് എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവിലയിൽ വർധനവ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 145 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,450 രൂപയായി. 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 1,15,600 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി സ്വർണ്ണവില താഴേക്ക് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില ഉയരുന്ന ട്രെൻഡിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 18 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 11,875 രൂപയാണ് വില വരുന്നത്. 18 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 95,000 രൂപയാണ് ഇന്നത്തെ വിപണി വില. സ്വർണ്ണവിലയ്ക്കൊപ്പം വെള്ളി വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 280 രൂപയും 10 ഗ്രാം വെള്ളിക്ക് നിലവിൽ 2,800 രൂപയുമാണ് വില. പീച്ചി വന്യജീവി ഡിവിഷനിലെ പീച്ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ മണിയൻ കിണർ, ഒളകര ആദിവാസി ഉന്നതികളിൽ സുവർണവനം എന്ന പേരിൽ മഞ്ഞൾ കൃഷി പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഉന്നതികളിലെ കുടുംബങ്ങൾക്ക് നാടൻ മഞ്ഞൾ വിത്തുകൾ വിതരണം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. PT വാഴാനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷ്, വാർഡ് മെമ്പർ സനിൽ വാണിയമ്പാറ, ഒളകര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, മണിയൻകിണർ, ഒളകര ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ചെയർമാൻ MA വിജയൻ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ EP പ്രതീഷ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് മഹാദേവ നൃത്ത വിദ്യാലയത്തിൽ അധ്യാപിക ശാലിനി ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ ഭരതനാട്യം അഭ്യസിച്ച 7ാമത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നു. കലാമണ്ഡലം കാർത്തികേയൻ, കലാമണ്ഡലം സുബിൻ രാജ്, സുരേഷ് നമ്പൂതിരി എന്നിവർ പക്കമേളമൊരുക്കി. അഞ്ജലി ഗൌരി കണ്ണൻ, ശാക്തേയ രാജേഷ്, ശ്രേയ രാജേഷ്, ദൃശ്യ ഗോപിനാഥ്, നിവ വർഷപ്രസാദ്, ഋതു രാജേഷ്, കാർത്തിക സന്തോഷ് എന്നീ വിദ്യാർത്ഥികളാണ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. BJP പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 300ഓളം കുട്ടികൾക്കാണ് 2 ദിവസങ്ങളിലായി നടന്ന ചടങ്ങിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം അശ്വതി ജിനേഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. BJP പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൻ കോമ്പാത്ത് അധ്യക്ഷനായിരുന്നു. ഉണ്ണി പൂമംഗലം, വിശ്വജിത്ത്, അജീഷ് വലിയ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യന്തോൾ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനായി മാതാ അമൃതാനന്ദമയി ജൂൺ 3, 4 തീയതികളിൽ തൃശൂരിലെത്തും. ചൊവ്വാഴ്ച വൈകിട്ട് മഠത്തിലെത്തുന്ന അമൃതാനന്ദമയിയെ തൃശൂർ പൗരാവലി സ്വീകരിക്കും. തുടർന്നുള്ള 2 ദിവസങ്ങളിലും രാവിലെ 11-ന് അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. ഭക്തർക്ക് ദർശന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഠം അധ്യക്ഷൻ സ്വാമി പ്രണവാമൃതാനന്ദപുരി ഉത്സവത്തിന് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ, KV സദാനന്ദൻ, ചന്ദ്രൻ പെരുമുടിയൂർ, ശബരിദാസൻ, ND ഡിവിജ് എന്നിവർ പങ്കെടുത്തു. ടെൻഡൻസ കിഡ്സ്, ടീൻ, മിസ് ആൻഡ് മിസ്സസ് തൃശൂർ സീസൺ 4 സൗന്ദര്യ മത്സര വിജയികളെ പരിചയപ്പെടുത്തി സംഘാടകർ.
ഫാഷൻ, ഗ്ലാമർ, ആത്മവിശ്വാസം എന്നിവ അടിസ്ഥാനമാക്കി 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. മിസ്സിസ് വിഭാഗത്തിൽ ഡോക്ടർ റോമ എസ് വശ്വിനി, മിസ് വിഭാഗത്തിൽ ഡോണ സജയ്, ടീൻ വിഭാഗത്തിൽ മെഹക് മൻസൂർ, സീനിയർ ക്യൂൻ വിഭാഗത്തിൽ അന്ന നിക്സൺ, ജൂനിയർ ക്യൂൻ വിഭാഗത്തിൽ അശ്വിക അഭിജിത്ത്, ജൂനിയർ കിങ് വിഭാഗത്തിൽ നിഷാൽ നിസാം എന്നിവർ വിജയികളായി. ഷോ ഡയറക്ടർ വിഷ്ണു വത്സൻ, ഷോ മാനേജർ പത്മകുമാർ, മത്സര വിജയികളായ ഡോക്ടർ റോമ ഡോണ, മെഹക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അസബാഹ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് സംഗമവും ആദരിക്കൽ ചടങ്ങും ഈ മാസം 30-ന് കുന്നംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ ജില്ലാ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഫസലുദ്ദീൻ കമറുദ്ദീൻ, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കരീം മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹംസ ഇരിങ്ങല്ലൂർ, PRO അബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഐനൂർ വെസ്റ്റ് 8-ാം വാർഡ് BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർഡംഗം മോനിഷ രജീഷ് അധ്യക്ഷത വഹിച്ചു. രഞ്ജൻ, സുഗതൻ, രജീഷ് ഐനൂർ, PK സാജു തുടങ്ങിയവർ സംബന്ധിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിൻഷ ഷെറിനെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ്, ഡെന്നിസ് മങ്ങാട്, NM വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പറമ്പിൽ നിന്ന് 10 അടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പറമ്പിലെ പുല്ല് വെട്ടി നീക്കം ചെയ്യുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് റെസ്ക്യൂ രാജൻ പെരുമ്പിലാവെത്തി മലമ്പാമ്പിനെ പിടികൂടി. ഏനാമാക്കൽ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. ഫാദർ പോൾസൺ പാലത്തെങ്കൽ, തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ തോമസ് ചൂണ്ടൽ, ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. KCYM ഭാരവാഹികളായ സിജോ ജോസഫ്, ഡയസ് കെ പോൾസൺ, ആരോൺ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപമാണ് അപകടം നടന്നത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ പിറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ചങ്ങനംകുളം, മാന്തടം സ്വദേശികളായ 3 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരപ്പുഴ ദേവി ക്ഷേത്രത്തിൽ നെട്ടന്റെ കുറി ആഘോഷിച്ചു. ക്ഷേത്രം ശാന്തി കണ്ണൻ പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുബിൻ പെരുവല്ലൂർ, സെക്രട്ടറി സതീശൻ നമ്പിയത്ത്, ട്രഷറർ ശ്രീധരൻ കുന്നത്തുള്ളി എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന മത്സ്യത്തൊഴിലാളിയെ അനുമോദിച്ചു. നാട്ടിക കടപ്പുറത്തെ മുതിർന്ന മത്സ്യത്തൊഴിലാളി അശോകൻ പുലാത്ത് നാട്ടിക കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ സർഗ സംസ്കൃതി വൈസ് പ്രസിഡന്റ് ആൻഡോ തുറയൻ ഷാൾ അണിയിച്ച് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പോൾ ചിറ്റിലപ്പള്ളി, സഹദേവൻ PV, സുബൈർ നാട്ടിക, സാജൻ പുലാക്കൽ, വേലായുധൻ ചെറിയപുരയ്ക്കൽ, സുരേഷ് ഇരിങ്ങാതുരുത്തി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിലെ സാമ്പത്തിക നില ഗുരുതരമെന്ന് വ്യക്തമാക്കി ഗവർണറുടെ നയപ്രഖ്യാപനം. ഭൂനിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധി. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ബോധപൂർവം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്നും ശിവൻകുട്ടി. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ വീണ്ടും പ്രതിഷേധം. അസഹനീയമായ ദുർഗന്ധം ഉയർന്നതോടെയാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുരിക്കുംപാറ ചവറാമ്പാട് റോഡിന്റെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അറ്റകുറ്റപ്പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രകടനം നടത്തി. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPI ബൈക്ക് കത്തിച്ചു പ്രതിഷേധിച്ചു. CPI പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വടക്കാഞ്ചേരി മാരാത്തുകുന്നിൽ യുവതിയെ കോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാരാത്തുകുന്ന് സ്വദേശിനി സുമതിയാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.